എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിലെത്തിയവർക്ക് കിടക്കുന്നതിന് വേണ്ടിയുള്ള പായ പോലും തയ്യാറായിട്ടില്ല. ബ്രഷില്ല, പേസ്റ്റില്ല, സോപ്പില്ല, ഒരു വസ്തു അവർക്ക് കൊണ്ടുവന്നിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പ് എന്നാണല്ലോ പറയുക. ദുരിതത്തിൻ്റെ ആശ്വാസമില്ല, വെറും ക്യാമ്പ് മാത്രമാണ്. അങ്ങോളം ഇങ്ങോളം ദുരന്തത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തിരിച്ച് കിട്ടിയിട്ടില്ല. വളരെ ലാഘവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. ക്യാമ്പുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ വാർത്ത കാണുകയായിരുന്നു. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിലെ ഒരു ക്യാമ്പിൻ്റെ ചിത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2:15 വരെ ഇന്നലെ മുതൽ ക്യാമ്പിൽ താമസിക്കുകയാണ് അവർ. അവർക്ക് ഭക്ഷണമില്ല, കുടിക്കാനുള്ള വെള്ളം പോലുമില്ല, മറ്റൊരു സൗകര്യമില്ല. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ്. ഇന്ന് 3 മണി വരെ അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ 3 മണിക്കൂറിൻ്റെ ഭക്ഷണം അതൊരു വലിയ വാർത്തയായിട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുമ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ഇന്നലെയും ഇന്ന് രാവിലെയും ഇന്ന് 2:15 മണി വരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന വാർത്തയാണ് റിപ്പോർട്ടർ TV അവിടുന്ന് തന്നെ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു ക്യാമ്പിൻ്റെ മാത്രം അനുഭവമല്ല. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്യാമ്പിൽ, പ്രൊവിഡൻസ് കോളേജിലാണ് ക്യാമ്പ്. അവിടെ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കിടക്കാൻ പായ പോലുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിലെത്തിയവർക്ക് കിടക്കുന്നതിന് വേണ്ടിയുള്ള പായ പോലും തയ്യാറായിട്ടില്ല. ബ്രഷില്ല, പേസ്റ്റില്ല, സോപ്പില്ല, ഒരു വസ്തു അവർക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന, സത്യം പറഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പ് എന്നാണല്ലോ പറയുക. ദുരിതത്തിൻ്റെ ആശ്വാസമില്ല, വെറും ക്യാമ്പ് മാത്രമാണ്. ഇതെല്ലാ സ്ഥലത്തും ഇങ്ങനെ ആവരുത്. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, പാർട്ടി സഹാക്കളോടും സന്നദ്ധ പ്രവർത്തകരായിട്ട് രംഗത്തിറങ്ങണം എന്ന് ഞങ്ങൾ ആദ്യം മുതലേ ചൂണ്ടിക്കാണിച്ചതാണ്. ഞങ്ങളുടെ സഹാക്കൾ പല സ്ഥലത്തും ക്യാമ്പുകളിൽ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും മുഖ്യമന്ത്രിയാണ് നടത്തേണ്ടത്. മുഖ്യമന്ത്രിയില്ല, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയില്ല, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയില്ല. ഇവരുടെയും പ്രതിനിധികളാരും ഈ പറയുന്ന ക്യാമ്പുകളിൽ എത്തുന്നുമില്ല. അപ്പോൾ വളരെ വളരെ നിരുത്തരവാദപരമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചത്. 15 ലക്ഷം വരുന്ന ഇത്തരത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്ത് ശീലമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 2019 15 ലക്ഷം ആളുകളാണ് ഇതുപോലെ വീടുകളിൽ നിന്ന് ഇറക്കി മഹാമാരിയുടെ ഭാഗമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയത്. ആ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയിട്ടുള്ളവർക്ക് മുഴുവൻ ഭക്ഷണവും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ മുഴുവൻ കൊടുത്തതാണ്. യഥാർത്ഥ സന്നദ്ധ സംഘടനകൾ തന്നെ കൊടുക്കാൻ തയ്യാറാണ്. അതിന് ഏകോപിപ്പിക്കാനുള്ള വർക്ക് വേണ്ടേ. ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അന്ന് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, ആ കോളേജിലെ കുട്ടികൾ രാപകലില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വളരെ ഒരുപാട് സാമഗ്രികൾ കിട്ടുകയല്ലേ, സാധനങ്ങൾ കിട്ടുകയല്ലേ ആളുകൾ കൊടുക്കാൻ. അത് വസ്ത്രമായാലും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളായാലും എല്ലാം അത് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി അർദ്ധരാത്രിയിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരും അന്ന് ആ രീതിയിൽ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ലോറിയിൽ കയറ്റി കേരളത്തിൻ്റെ പല ഭാഗത്തേക്ക് അയക്കുകയായിരുന്നു ഈ സാധനങ്ങൾ മുഴുവൻ. ഇപ്പോഴും അവർക്ക് ആവശ്യമുള്ള ഒരു സാധനവും കൊടുക്കാൻ സാധിക്കുന്നില്ല, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇതൊന്നും കേരളത്തിൽ കിട്ടാത്ത ഒരു കാര്യമല്ല. ഇതെല്ലാം കേരളത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായാൽ അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ധാരണ ഇല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരണ ഉണ്ടാവുന്നത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിക്കതില്ല. ഇതാണ് കഴിഞ്ഞ 10 കൊല്ലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 മാസമായിട്ടില്ല അപ്പോൾ വന്നൊരു ക്രൈസിസ് കൈകാര്യം ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത്. ഇതിന് ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ക്യാമ്പുകളിൽ ഭക്ഷണം കൊടുക്കണം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം. ഈ ദുരിതത്തിൽ നിന്ന് അവരെ കരകയറ്റാനുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ നമുക്ക് സമൂഹത്തിന് സാധിക്കണം. മുഴുവൻ പാർട്ടി സഹാക്കളും
ഈ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് രംഗത്തിറങ്ങണം എന്നാണ് ഒന്നുകൂടി അഭ്യർത്ഥിക്കാനുള്ളത്.